ഗുരുവായൂരിലേക്ക് ഒരിക്കൽ കൂടി ഒന്ന് പോകാം. ഭവ്യ പാർവതിയും MS അനീഷ് കുമാറും അവിടെ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ് വീണ്ടും. ഭവ്യ, അവിടുത്തെ ഒരുക്കങ്ങൾ ആഘോഷങ്ങളൊക്കെ എവിടെ എത്തി നിൽക്കുന്നു? ഞാനിതാ ഇവിടെ മമ്മിയൂർ ക്ഷേത്രത്തിലാണുള്ളത്. ഇവിടെ ഇനി പറയാനല്ല കാണാനാണ് ഉള്ളത്. അത്രമാത്രം ഭംഗിയുള്ള കാഴ്ചകൾക്കാണ് ഇപ്പോൾ ജീവത എഴുന്നള്ളിപ്പാണ്. അതിനുശേഷം ഗോപിക നൃത്തമുണ്ടാകും. നമുക്ക് എനിക്ക് തോന്നുന്നു ദൃശ്യങ്ങളിൽ കാണാൻ നിറയെ കണ്ണന്മാരാണ്. നിറയെ എന്ന് പറഞ്ഞാൽ ഈ ക്ഷേത്രം മുഴുവൻ കണ്ണന്മാരാണ്. കുഞ്ഞി കണ്ണന്മാരുണ്ട്, വലിയ കണ്ണന്മാരുണ്ട്, കണ്ണനൊപ്പമുള്ള ഗോപികമാരുണ്ട്, കണ്ണന്റെ അമ്മയായ യശോദയുണ്ട്, കണ്ണന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ കുചേലനുണ്ട്. അങ്ങനെ അതിമനോഹരമായ മനോഹരമായ കാഴ്ചകൾക്കാണ് നമ്മളിതാ സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. കണ്ണന്റെ നൃത്തമുണ്ട്, ഗോപികാ നൃത്തമുണ്ട്. ഇപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത് ജീവത ആഘോഷമാണ്. അതിനുശേഷം ഉറിയടി ഉണ്ടാകും. അതിനായി പൂർണ്ണമായി ഒരുക്കത്തിലാണ്. ഈ സ്ഥലം പൂർണ്ണമായി ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. നമുക്ക് കാണാമെന്ന് തോന്നുന്നു. അത്ര ഭംഗിയുള്ള കാഴ്ചയാണ്. ഇന്ന് നോക്കിയാലും ഉണ്ണിക്കണ്ണന്മാരാണ്. ഇനി കുറച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് ആരാണ് വൈറൽ കണ്ണനും രാധയുമായി മാറാൻ പോകുന്ന. അത്രമാത്രം ഭംഗിയോടുകൂടി സാക്ഷാൽ കണ്ണനെ കാണും പോലെ നമുക്ക് കാണാൻ സാധിക്കുന്ന വിധം ഒരുങ്ങി നിൽക്കുന്ന കണ്ണനെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇവിടെ വലിയ ഒരുക്കങ്ങൾ നടന്നിട്ടുണ്ട്. ഉറികൾ കാണാൻ സാധിക്കും. അതിനുശേഷം ഇപ്പോഴിതാ അല്പസമയം കൊണ്ട് ഈ ഒരു നൃത്തം അത് തുടങ്ങും എന്നാണ് മനസ്സിലാക്കുന്നത്. ഗോപികാ നൃത്തം ഉണ്ടാകും, ഉറിയടികൾ ഉണ്ടാകും, അമ്മമാർ തോളിലേറ്റി വരുന്ന കുഞ്ഞി കണ്ണന്മാരുണ്ട്, കണ്ണന്മാരുടെ കൈ പിടിച്ചു നിൽക്കുന്ന രാധമാരുണ്ട്. അങ്ങനെ കണ്ണിന് കുളിർന്നേകുന്ന ഭംഗിയുള്ള നയനമനോഹരമായ കാഴ്ചകൾക്കാണ് ഈ മമ്മിയൂർ ക്ഷേത്രം ഒരുങ്ങുന്നത്. ഇതിനുശേഷം ഈ കാഴ്ചയ്ക്ക് ശേഷം നേരെ നമ്മൾ ഘോഷയാത്രയായി ഇറങ്ങും ഗുരുവായൂരിലേക്ക്. ഒരുക്കമാണ്. വലിയ തിരക്കാണ് ആര്യ. അല്പസമയം കൂടി, വളരെ കുറഞ്ഞ സമയം കൂടി കാത്തിരിക്കണം. ഈ ജീവന എഴുന്നള്ളിപ്പാണ് ഇവിടെ നടന്നത്. അതിനുള്ള അനുഷ്ഠാനങ്ങൾ, പൂജകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം മമ്മിയൂരിലെ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ വിശേഷാൽ ചടങ്ങുകളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ജീവത എഴുന്നള്ളത്താണ് ഇനി നടക്കാൻ പോകുന്നത്. അത് ഘോഷയാത്രയുടെ ഒരു ഭാഗമായി തന്നെ നടക്കുന്ന ഒരു ചടങ്ങാണ്. അവിടെ ഒരുപാട് കുഞ്ഞിക്കണ്ണന്മാരും രാധമാരും യശോദമാരും ഒക്കെ ഇപ്പോൾ ഈ രാവിലെ തന്നെ റെഡിയായി ഒരുങ്ങി നിൽപ്പുണ്ട്. ഇനി ഉച്ചയ്ക്ക് ശേഷമാണ് നമ്മൾ കാണാൻ പോകുന്ന വലിയ ആഘോഷം. അമ്പാടിയാക്കി ഗുരുവായൂർ സന്നിധിയും പരിസരത്തെ ഒക്കെ അമ്പാടിയാക്കി മാറ്റുന്ന വലിയ ആഘോഷങ്ങളൊക്കെ കാണാൻ പോകുന്നത്. ഉറിയടിയും കണ്ണന്റെ ലീലകളും ഒക്കെയുള്ള വലിയ ആഘോഷം കാണാൻ പോകുന്നത്. അതിന് മുന്നോടിയായിട്ടുള്ള പ്രാരംഭ ചടങ്ങുകളും ഘോഷയാത്രയും അതിനെയൊക്കെ തുടക്കം കുറിക്കുന്നത് ഈ മമ്മിയൂർ ക്ഷേത്രത്തിൽ നിന്നാണ്. അവിടെ നിന്നുള്ള കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭവ്യയും അനീഷുമുണ്ട്. അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ നമ്മളിലേക്ക് എത്തിക്കുവാൻ നമുക്ക് മമ്മിയൂരിലേക്ക് മടങ്ങിയെത്താം. നമുക്ക് വേഗം ഇപ്പോൾ ഒന്ന് നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്കൊന്ന് പോകാം. അവിടെ നിന്ന് സാരംഗ് സുധാകരൻ നമുക്കൊപ്പം ചേരുകയാണ്. സാരംഗ്, നമ്മൾ പറയാറുണ്ട്, നമ്മൾ തുടക്കത്തിൽ നേരത്തെ രാവിലെ പറയുകയും ചെയ്തു, അതായത് ഈ ഗുരുവായൂരിലേക്ക് എത്തുക, ഗുരുവായൂരിലെത്തി പിറന്നാൾ കണ്ണനെ കാണാൻ കഴിയുക എന്നുള്ളതാണ് വിശ്വാസികളെ സംബന്ധിച്ച്, ഭക്തരെ സംബന്ധിച്ച് ഏറ്റവും ആനന്ദകരമായിട്ടുള്ള, അവർക്ക് ആത്മസംതൃപ്തി നൽകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. പക്ഷേ എല്ലാവർക്കും ഇപ്പം ഗുരുവായൂരിലേക്ക് ഇന്നത്തെ ദിവസം എത്താൻ കഴിയണമെന്നില്ല. പലവിധ തിരക്കുകളുണ്ടാകും. ഇത്രയും ദൂരം യാത്ര ചെയ്ത് പോവുക എന്നുള്ള ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ക്ഷേത്രമാണ് നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം എന്ന് പറയുന്നത്. അവിടെ ഒരുപാട് ഭക്തജനങ്ങൾ ഇന്നത്തെ ദിവസം എത്തുന്നുണ്ട്. അവിടെ ഒരുപാട് വിശേഷാൽ ചടങ്ങുകളും പൂജകളും ഒക്കെ ആഘോഷങ്ങളും ഒക്കെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എങ്ങനെയുണ്ട് അവിടുത്തെ ഒരുക്കങ്ങളും കാഴ്ചകളും ഒക്കെ സാരംഗ്?
തീർച്ചയായും ആര്യ, തലസ്ഥാനത്തെ ഭക്തജനങ്ങൾ മുഴുവൻ ആദ്യമായി എത്തുന്നത്, അതായത് ശ്രീകൃഷ്ണ ജയന്തി പോലെയുള്ള ഒരു പ്രധാനപ്പെട്ട ദിവസം എത്തുന്ന ഒരു ക്ഷേത്രമാണ് ഈ നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണ ക്ഷേത്രം. അവിടെ ഇപ്പോൾ നമുക്ക് വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ച എന്താണെന്ന് വെച്ചാൽ, ഒരു ജീവൻ തുടിക്കുന്ന ഒരു കൃഷ്ണന്റെ ഒരു രൂപം, ഒരു കളിമണ്ണിൽ തീർത്തിട്ടുള്ള ഒരു ശില്പമാണ് ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്കും ഒപ്പം തന്നെ ബാക്കി എല്ലാവർക്കും ഒരു വളരെ കൗതുകം ഉണർത്തുന്ന ഒരു ശില്പമാണിത്. കാരണം സാധാരണ രീതിയിൽ ഒരു അമ്പലത്തിന് പുറത്തുള്ള ഒരു ശില്പത്തിൽ നിന്ന് ഇത്രയധികം ഒരു ജീവൻ തുടിക്കുന്ന ഒരു രീതിയിൽ അത് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ ദുഷ്കരമാണ്. പക്ഷെ അത് നമുക്കത് നോക്കി നിന്ന് പോകുന്ന തരത്തിലേക്കുള്ള ഒരു ശ്രീകൃഷ്ണന്റെ ഒരു രൂപമാണ്. ഇവിടെ ഒരു വെങ്കടേശ്വരൻ SB എന്ന് പറഞ്ഞൊരു ശില്പിയാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ഈ അമ്പലത്തിൽ നിന്നും ദർശനം കഴിഞ്ഞ് വരുന്ന ഭക്തജനങ്ങളെല്ലാം ഇവിടെ വന്ന് ഈ ഉണ്ണിക്കണ്ണനൊപ്പം ചിത്രങ്ങളും മറ്റും എടുത്താണ് ഇവിടെ നിന്നും മടങ്ങി പോകുന്നത്. ഒപ്പം തന്നെ ഇവിടെ ശ്രീകൃഷ്ണ ജയന്തിയുടെ മറ്റ് തിരക്കുകളുണ്ട്. ഉണ്ണിക്കണ്ണന്മാരുടെ കുറവാണെങ്കിലും പക്ഷെ ആ ഉണ്ണിക്കണ്ണന്മാരുടെ ഈ തിരക്ക്, അതായത് ഈ ഒരു എണ്ണം നീക്കാനായി, അതായത് ഇത്തരത്തിലുള്ള ഒരു ശില്പത്തിനൊപ്പം തന്നെ ഫോട്ടോകൾ എടുത്തും പോകുന്ന ഭക്തജനങ്ങളുണ്ട്. മാത്രമല്ല ഇതിനൊപ്പം മറ്റ് വിപുലമായ പരിപാടികൾ ഇവിടെ നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട്. നമുക്കറിയാം, ഈ ഒരു അമ്പലത്തിന് ഈ ഒരു തിരുവിതാംകൂർ ഭരണവുമായി ബന്ധപ്പെട്ടടക്കം വളരെയധികം ചരിത്രമുറങ്ങുന്ന ഒരു മണ്ണാണ്. ചരിത്രത്തിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, ഈ ഒരു മാർത്താണ്ഡവർമ്മ ഈ എട്ടുവീട്ടിൽ പിള്ളമാരുമായി നടത്തിയ ഒരു കലഹത്തിന് സമയത്ത് ഈ ഒരു നെയ്യാറിന്റെ തീരത്തേക്ക് പ്രാണരക്ഷാർത്ഥം രക്ഷപ്പെട്ടു വരുന്ന വഴി ഈ ഒരു ഗോക്കളെ മേയിച്ച് നടന്നിരുന്ന ഒരു ബാലൻ ഈ മാർത്താണ്ഡ മഹാരാജാവിന് ഇവിടെ ഒരു പ്ലാവ് കാണിച്ചു കൊടുക്കുകയും പ്ലാവിനകത്തേക്ക് പ്രാണരക്ഷാർത്ഥം ഓടിക്കയറുകയും അതിന്റെ ജീവൻ രക്ഷിക്കുകയും ചെയ്തു. അതിനുശേഷം ഈ ഒരു ബാലൻ ആരാണെന്ന് ഒരു സ്വപ്നത്തിൽ വെളിപാടുണ്ടാകുകയും അത് ശ്രീകൃഷ്ണനാണെന്ന് മനസ്സിലാവുകയും അതിനുശേഷം ഈ ഒരു തിരുവിതാംകൂറിന്റെ ആധുനിക ശില്പിയായ അനിഴം തിരുനാൾ മഹാരാജാവാണ് ഈ ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രം ശ്രീകൃഷ്ണനെ ഇവിടെ പ്രതിഷ്ഠിക്കുകയും തുടർന്ന് ഈ ഒരു അമ്പലത്തിന് വിപുലമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ഇന്നത്തെ നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണ ക്ഷേത്രമായി ഇന്ന് നിലകൊള്ളുകയും ചെയ്യുന്നത്. നമുക്കറിയാം, ഈ ഒരു തലസ്ഥാനത്തടക്കം ആര്യ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഗുരുവായൂരിലേക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ഭക്തജനങ്ങൾക്കെല്ലാം ഇവിടെ തിരുവനന്തപുരത്ത് തന്നെ ഹൃദയഭാഗത്തുള്ള നെയ്യാറ്റിൻകരയിലെ ഈ ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്ക് എത്തും. ഇന്ന് ഉച്ചയ്ക്കും ഇവിടെ അന്നദാനമുണ്ട്. ഈ ഒരു ശ്രീകൃഷ്ണ ജയന്തിയുമായി ബന്ധപ്പെട്ട് വൈകുന്നേരം ശോഭായാത്രയുണ്ട്. അതിനുശേഷം രാത്രിയും മറ്റ് ചില ചടങ്ങുകളുണ്ട്. ഈ ഒരു ഭഗവാന്റെ വിഗ്രഹം ഈ ഒരു ഗരുഡ വാഹനത്തിൽ ഏറിയിട്ടുള്ള പ്രദക്ഷിണമുണ്ട്. അങ്ങനെ വിപുലമായ പരിപാടികളാണ്. മറ്റ് വലിയ തിരക്കുകളില്ലാതെ വളരെ ശാന്തമായി വന്ന് കൃഷ്ണനെ തൊഴാനും ഈ ഒരു ശ്രീകൃഷ്ണ ജയന്തി ആ പരിപാടികളിൽ പങ്കെടുക്കാനുമൊക്കെ ഭക്തജനങ്ങൾക്ക് പങ്കെടുക്കാനും തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക്, അതായത് തിരുവനന്തപുരത്ത് മാത്രമല്ല ഈ ഒരു സമീപ ജില്ലകളിലടക്കമുള്ള തമിഴ്നാട്ടിൽ നടക്കമുള്ള പലരും ഇവിടെ വന്ന് നമ്മോടൊപ്പം ഇവിടെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലടക്കം വന്നിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു സമീപ ജില്ലകളിലും തിരുവനന്തപുരത്ത് അടക്കമുള്ള ശ്രീകൃഷ്ണ ഭക്തന്മാർക്കും മറ്റ് എല്ലാവരും വന്ന് തൊഴുന്ന ഒരു ക്ഷേത്രമാണിത്. നിലവിൽ തിരക്ക് അത്ര പറയത്തക്ക ഇല്ലെങ്കിൽ പോലും സമാധാനമായി വന്ന് ഇപ്പോൾ നമ്മൾ ഗുരുവായൂരത്തെ ദൃശ്യങ്ങളൊക്കെ കണ്ടായിരുന്നു. കനത്ത തിരക്കാണ്, അങ്ങോട്ട് കയറാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. പക്ഷേ അത്തരത്തിലൊരു തിരക്കൊന്നും ഇവിടെ രാവിലെ പോകുന്നതിലേ ഇല്ല. കാരണം വളരെ സുഗമമായി വന്ന് കൃഷ്ണനെ തൊഴുത് ഈ ഒരു തുലാഭാരം മറ്റും അത്തരത്തിലുള്ള ചടങ്ങുകളും മറ്റ് പൂജകളും പുഷ്പാർച്ചന അടക്കമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് വളരെ സന്തോഷത്തോടെ ഇവിടുന്ന് പോകുന്നത് കാണാം. ഭക്തജനങ്ങളുടെ ചെറിയ തിരക്കുണ്ട്. വൈകുന്നേരത്തോടു കൂടി ശോഭയാത്രക്കും മറ്റുമുള്ള ചെറിയ ചെറിയ ഉണ്ണിക്കണ്ണന്മാർ ഇവിടെ വന്ന് ദർശനം നടത്തി പോയിട്ടുണ്ട്. നിലവിൽ തിരക്കുകൾ അധികമില്ല. ഈ ഒരു ഭക്തജനങ്ങൾ സുഖമായി വന്ന് ദർശനം നടത്തി പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആര്യ, തീർച്ചയായും സാറൻ സുധാകരനാണ് നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത്. പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് രണ്ട് വിൻഡോയിലായിട്ട് ഇടത് സൈഡിലെ വിൻഡോയിലുള്ളത് നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലെ കാഴ്ചകളാണ്. വലതുവശത്തെ വിൻഡോയിലുള്ളത് ഗുരുവായൂർ മമ്മിയൂർ ക്ഷേത്രത്തിലെ കാഴ്ചകളാണ്. അവിടെ ഈ ശ്രീകൃഷ്ണ ജയന്തിയുമായി ബന്ധപ്പെട്ട ആഘോഷയാത്രയുടെ ഒരു തുടക്കം കുറിക്കുന്ന ചടങ്ങാണ് മമ്മിയൂർ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്.